ഇന്ത്യ നമീബിയ മാച്ചിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് ആധികാരിക ജയം. 93 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യക്ക് നമീബിയക്കെതിരെ സ്വന്തമായിരിക്കുന്നത്. പക്ഷേ ഇറാസ്മസ് എന്ന നമീബിയൻ ക്യാപ്റ്റൻ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ കഥയും അതോടൊപ്പം തന്നെ ഈ ഇറാസ്മസിന്റെ ബൗളിംഗ് ആക്ഷനും ഉസ്മാൻ താരിഖ് എന്ന് പറയുന്ന പാകിസ്ഥാൻ സ്പിന്നറിന്റെ ബൗളിംഗ് ആക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇറാസ്മസ് ഓബ്വിയസ്ലി ഇന്ത്യ ഇത്തരത്തിൽ ഇങ്ങനെ പിടിച്ചു കുലുക്കിയെങ്കിൽ ഈ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാന്റെ ഉസ്മാൻ താരിഖ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച സ്പിൻ ബോളറിനെ ഇന്ത്യയെ പിടിച്ചു കുലുക്കാനും അതുവഴി റിസൾട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുവാനും പാകിസ്ഥാന് സാധിക്കുമോ എന്നും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. സോ ഇന്ത്യയുടെ ബാറ്റിംഗ് നേരെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സഞ്ജുവിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന്റെ മാസീവ് സ്റ്റാർട്ട് ഇതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന്റെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് 6 തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും സഞ്ജുവിന്റെ ബാറ്റിലേക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബോൾ വന്നതെന്നും ആ ബോൾ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് 6 അടിച്ചതെന്നും ആ ഫസ്റ്റ് ഓവറിൽ അവസാനത്തെ പന്തിൽ ആ 6 കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ ഇന്ന് തകർത്തടിക്കുന്നു. അത് സംഭവിച്ചതുപോലെ തന്നെയാണ് അടുത്ത ഓവറിലേക്ക് വന്നപ്പോൾ സെയിം കാഴ്ച നമ്മൾ കണ്ടത്. വീണ്ടും പടക്കെന്ന് പറഞ്ഞ് 2 6 ഫ്ലിക്ക് ചെയ്തും അതും കോൺഫിഡന്റ് ആയിട്ടുള്ള ഷോട്ട്. സോ സ്വാഭാവികമായിട്ട് നമ്മളൊരു മിനിമം ഒരു 50 റൺസെങ്കിലും സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷെ ഒരു 4-ന് ശേഷം 22 റൺസോട് കൂടി അടുത്ത ഷോട്ടിന് ഫ്ലിക്ക് ആയിരുന്നു. സെയിം ഫ്ലിക്ക് തന്നെയാണ് നോക്കിയത്. പക്ഷെ കറക്റ്റ് ഫീൽഡറിന്റെ പ്ലേസ്മെന്റിൽ കറക്റ്റ് ആയിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് പോയി. നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജു സാംസൺ ഉറപ്പായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കമ്പയർ ടു ന്യൂസിലാൻഡ് പര്യടനത്തിലുള്ള പെർഫോം നോക്കുകയാണെങ്കിൽ ഈ 8 ബോളിൽ 22 റൺസിൽ, അതായത് ഒരു പടക്കത്തിന് തിരികൊളുത്തുക, ആ പരിപാടിയാണ് സഞ്ജു സാംസൺ ചെയ്തത്. അതിന് തൊട്ടു പുറമെ ബാക്കി പരിപാടികൾ ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ ഇഷാൻ കിഷൻ ചെയ്തത്. കൂറ്റൻ അടിയോടുകൂടി 6.4 ഓവർ ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്കോർ ഏകദേശം 100 റൺസ്. ആദ്യത്തെ പവർ പ്ലേയിൽ 84 റൺസ് ആണെങ്കിൽ 6.4 ഓവർ ആയപ്പോഴത്തേക്ക് 100 റൺസ്. ഇത് ഇഷാൻ കിഷന്റെ ഒറ്റയാൾ പോരാട്ടം 61 റൺസിന്റെ ബ്രില്യൻ ഇന്നിങ്സിലൂടെയാണ് നമുക്ക് അത്തരം ഒരു മികച്ച ടോട്ടൽ ഇന്ത്യക്ക് സമ്മാനിച്ചത്. പക്ഷെ എന്തുപറ്റി, 6 ഓവറിന് ശേഷം കാര്യങ്ങൾ ഇഷാൻ കിഷൻ ഔട്ട് ആയതിനു ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇറാസ്മസും സ്കോട്ട്സും ചേർന്ന് നടത്തിയ രണ്ടുപേരുടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്പിൻ ബൗളിംഗ് അറ്റാക്കാണ് ഇന്ത്യയെ വലിഞ്ഞു പിടിച്ച് കെട്ടിയത്. അതായത് 7ാമത്തെ ഓവർ മുതൽ 12ാമത്തെ ഓവർ വരെ ഈ 5 ഓവറിൽ ഇറാസ്മസും ഈ സ്കോട്ട്സും കൂടി ആകെ വിട്ടുകൊടുത്തത് വെറും 20 റൺസാണ്. അപ്പം ഇന്ത്യയുടെ സ്കോർ 104 നിന്ന് 7 ഓവർ അവസാനിക്കുമ്പോൾ 104 നിന്ന് സ്കോർ 12ാമത്തെ ഓവറിൽ അവസാനിക്കുമ്പോൾ 124 റൺസിലേക്ക് കൂപ്പുകുത്തുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടോട്ടലിനെ ബാധിക്കുന്നു. അതായത് ഏകദേശം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് 6 ഓവറിൽ 104 കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് 230 മുതൽ 250 വരെയുള്ള ടോട്ടൽ, ഒരു മാസീവ് ടോട്ടലായിരിക്കും എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഇറാസ്മസിന്റെയും സ്പോർട്സിന്റെയും ബ്രില്യൻ ബൗളിങ്ങിലൂടെ കൂടി നമ്മളെ പിടിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇറാസ്മസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റനെ പറ്റി എടുത്തു പറയാതെ പോകുന്നത് ശരിയല്ല. ഇറാസ്മസിന്റെ ബൗളിംഗ് ആക്ഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൗളിംഗ് ആക്ഷൻ ആണ് ഇറാസ്മസ് നോക്കിയത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൈ പോവുകയാണെങ്കിൽ അതിനുശേഷം പിന്നീട് വരുമ്പോൾ കൈ വളഞ്ഞ രീതിയിൽ, അതായത് ഉസ്മാൻ താരിഖിന്റെ നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് കോൺട്രവേഴ്സി ആയിട്ടുള്ള പാകിസ്ഥാന്റെ ബൗളിംഗ് മികച്ച സ്പിന്നറാണ് ഉസ്മാൻ താരിഖ്. ഉസ്മാൻ താരിഖ് എല്ലാ മാച്ചസിലും നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്. എല്ലാ ബാറ്റ്സ്മാൻമാരുടെയും ഭയം ഇടവാക്കുന്ന രീതിയിലുള്ള ബൗളിംഗ് ആണ് ഉസ്മാൻ താരിഖ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഗ്രീൻ തന്നെ, ഓസ്ട്രേലിയൻ അന്നത്തെ പ്ലെയറായ ഗ്രീൻ തന്നെ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്ത് എന്ത് ടൈപ്പ് ഓഫ് ബൗളിംഗ് ആക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എറിയുന്നതുകൊണ്ട് എന്ത് ടൈപ്പ് ഓഫ് ബൗളിംഗ് ആക്ഷൻ ആണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുണ്ടായി. അത് എന്തായാലും ക്രിക്കറ്റ് ലോകത്തെ പിടിച്ച് കുലുക്കുകയും ചെയ്തു. പക്ഷേ ബൗളിംഗ് ആക്ഷനൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ് നിലവിലത്തെ ചട്ടങ്ങൾ പറയുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ ഉസ്മാൻ താരിഖിൻ്റെ വേറൊരു ഇതുണ്ട്. ബൗളിംഗ് വന്നതിന് ശേഷം അവിടെ ഒന്ന് സ്ട്രക്ക് ആവുകയും അതിനുശേഷമായിരിക്കും ഉസ്മാൻ താരിഖ് ബോൾ പാസ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതും ബാറ്റ്സ്മാനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇടയുണ്ട്. ഇത് അന്നത്തെ കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് എന്നുള്ളതൊരു മാസീവ് ഡൗട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കളിയിൽ ഇറാസ്മസ് തൻ്റെ ബൗളിംഗ് ഡിഫറെൻറ്റ് ആക്ഷൻസിലൂടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ഇറാസ്മസിന് സാധിച്ചു. അതോടൊപ്പം തന്നെ രണ്ടാമതൊരു പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാൽ വിക്കറ്റിന് അടുത്തേക്ക് വരാതെ തന്നെ അമ്പയറിന് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ബോൾ പാസ് ചെയ്യുന്ന രീതിയും നമ്മൾ കണ്ടു. അപ്പം ബോൾ ഡെലിവറി ചെയ്യുന്ന രീതിയും നമ്മൾ കണ്ടു. ഇതൊക്കെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ കൺഫ്യൂസ്ഡ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് 4 വിക്കറ്റ് ഇറാസ്മസിന് കൊയ്യാൻ പറ്റിയതും. ഇന്ത്യ 230-250 റണ്ണെന്ന മാസീവ് റൺസിലേക്ക് പൊക്കോണ്ടിരുന്ന ഇന്ത്യയെ പിടിച്ചു കെട്ടി ഏകദേശം 208 തളിച്ചത്. അതൊന്ന് ആലോചിക്കണം. നമീബിയ പോലുള്ള കൊച്ചു ടീമിനാണ് ഇന്ത്യ 208 റൺസിനെ തളയ്ക്കാൻ പറ്റിയെന്നുള്ളത് അവർക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് പുറമെ പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു 50 ഒഴിച്ചിട്ടല്ലാതെ നമ്മുടെ ദുബൈക്കാണെങ്കിലും വലിയ കാര്യ രീതിയിലുള്ള ഒരു 2020 പ്ലേയിങ് ആയിട്ടുള്ള രീതിയിൽ കളിക്കാനൊന്നും ദുബൈക്ക് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ റിങ്കു സിംഗ് ആണെങ്കിലും അവസാനം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സാധിച്ചില്ല. ഒന്ന് ആലോചിക്കുക, 18 ഓവറിൽ 205-ന് 4 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന ഇന്ത്യ 20 ഓവർ
അവസാനിക്കുമ്പോൾ ലാസ്റ്റ് 2 ഓവറിൽ നിന്ന് അവസാനത്തെ 2 ഓവറിൽ നിന്ന് എടുത്തത് 5 റൺസാണ്. ആ 5 റൺസിലാണ് 208 എത്തിയതും, അതും 9 വിക്കറ്റ് പോയി, 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തി. ഏത് രീതിയിലാണ് മിനിമം ഒരു 230 കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, ആ ഒരു ടോട്ടലിലേക്ക് ആയിരുന്നു അതായത് ഹാർദിക് പാണ്ഡ്യ കൊണ്ടെത്തിച്ചത്. ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് പോയത്. ഇനി ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും റൺസ് എടുത്തത് നമീബിയയ്ക്ക് വലിയ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമായിരുന്നു. ഇന്ത്യയുടെ ബൗളിംഗ് അറ്റാക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് ബുംറ കൂടി തിരിച്ചു വന്നതോടെ വരുൺ ചക്രവർത്തി എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ആദ്യത്തെ 6 ഓവറിൽ അവർ നല്ല രീതിയിലാണ് കളിച്ചത്. നമ്മുടെ നമീബിയൻ ഓപ്പണേഴ്സ് ആണെങ്കിലും അവർ നല്ല രീതിയിൽ കളിച്ചു. 6 ഓവറിന് 56 റൺസ് എടുക്കുന്നു. അതിനുശേഷമാണ് അവരുടെ ഫസ്റ്റ് 2 വിക്കറ്റുകൾ നഷ്ടമാവുന്നത്. എന്നിട്ടും അവരുടെ ക്യാപ്റ്റൻ തിരിച്ചു വന്നതിന് ശേഷം ഇറാസ്മസ് വീണ്ടും അടിക്കുന്നു, 18 റൺസ് വീണ്ടും അടിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴും 8 ഓവറിൽ ഏകദേശം 80 റൺസ് ആവുന്നു. അതിനുശേഷമാണ് വരുൺ ചക്രവർത്തി വന്ന് 2-3 വിക്കറ്റ് ചടപട എടുത്ത് എറിയുമ്പോഴത്തേക്കാണ് നമീബിയുടെ ബാറ്റിംഗ് തകർന്നടിയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, കാരണം എപ്പോഴും ആണെങ്കിലും ഫോളോ വിക്കറ്റ്സിൽ ഉണ്ടാവാൻ സാധിക്കും, സ്വാഭാവികമായിട്ട് നമീബിയ വീഴും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത്രയും 93 റൺസിന്റെ കൂറ്റൻ വിജയം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ബ്രില്യൻസ് ചാർട്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കുമായിരുന്നു. സോ ഇൻ ടോട്ടൽ ഇന്ത്യ വിജയിച്ചു എന്നുള്ളതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു പെർഫോമൻസ് മതി. USA-ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിലും ഇന്ത്യ ഒരുവിധം ഒപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമീബിയക്കെതിരെ ആണെങ്കിലും ബൗളിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇറാസ്മസിനെതിരെ ബാറ്റ് ചെയ്ത രീതി കാണുമ്പോൾ, അതല്ലെങ്കിൽ സ്കോട്ട്സിനെതിരെ അവരുടെ മറ്റൊരു സ്പിന്നറായിരുന്നു അദ്ദേഹത്തിനെതിരെ ബാറ്റ് ചെയ്ത രീതി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. പാകിസ്ഥാൻ്റെ സ്പിന്നാണ് അവരുടെ ഏറ്റവും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ താരിഖിനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ നമുക്കത് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കും. ഇത്തരത്തിലുള്ളൊരു ബാറ്റിംഗ് മികവായിട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ വെള്ളം കുടിക്കാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട് നിലവിൽ. എന്തായാലും ഇനി ആകെ 2 ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ ബിഗ്ഗസ്റ്റ് റൈവറി മാച്ച് കാണാനായിട്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ആ മാച്ചസിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഫേവറേറ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്ന, അതോ പാകിസ്ഥാൻ നമ്മളെ തകർക്കാൻ പോരുന്നിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉസ്മാൻ താരിഖിനും ടീമിനും കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.